വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഉപ്പുമാവും പഴമായിരുന്നു. നേന്ത്രപ്പഴം അത്യാവശ്യം പഴുപ്പ് കൂടിയിട്ടുള്ളത് കാരണം എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പഴം അമ്മയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പുമാവ് വെറുതെ കഴിച്ചു. അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ടായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വേഗം പഠിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നമ്മുടെ ഇറയിൽ തന്നെ ഇരുന്നു. വെയിലൊക്കെ ഒന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇറയത്തൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. അപ്പം ഞാനിന്ന് കോപ്പറേഷൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബാങ്കിങ്ങും പഠിക്കണം എന്ന് വിചാരിച്ചു. ജനറൽ നോളേജ് ഇനി നാളെ എങ്ങാനും പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഒന്നും നോക്കിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് പോലും ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പഠിക്കണം എന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും നദികൾ റിവേഴ്സിൻ്റെ ഒക്കെ അത്യാവശ്യം ഒരു ക്വസ്റ്റ്യനെങ്കിലും അതിൽ നിന്ന് വരും. പിന്നെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരലുണ്ട്. 10 മാർക്കിനാണ് ചോദിക്കുക. എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും പഠിച്ചിട്ട് പോകണം. എന്നാലേ നമുക്ക് ആ ഒരു ആൻസേഴ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പഠിക്കാനിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഏതായാലും പകുതി പിന്നെ രാത്രിയാവുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തിരിച്ചെത്തുമ്പോൾ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇരുന്നത് അതാ കേട്ടോ. പിന്നെ എക്സാമിന് ഇനി അധികം ദിവസമൊന്നുമില്ല. ഹോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അതിന് ഇനി ഹോൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ കിട്ടിയിട്ടുള്ള സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. റൗണ്ടിൽ വരുന്ന ഒരു സെൻറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് CMSും അതുപോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജിലൊക്കെയാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വേറൊരു സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കാരണം നമുക്ക് പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമയമുണ്ട് സ്കൂളുകളൊക്കെ. അവിടെ റൗണ്ടിൽ തന്നെ ഇഷ്ടം പോലെ സ്കൂളുകളാട്ടോ ഉള്ളത്. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം പിന്നെ പോയി ഒരു പരിചയമായി. റൗണ്ടിലൊന്നും നമ്മൾ തീരെ പോകലില്ല. അവിടെ നിന്ന് അത്യാവശ്യം ഒരു 1.5 മണിക്കൂറെങ്കിലും ഉണ്ട് നമ്മളവിടെ നിന്ന് തൃശ്ശൂർ റൗണ്ടിലോട്ട്. അപ്പോൾ അങ്ങനെ പോകലൊന്നുമില്ല. പിന്നെ വല്ല റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പോകലുള്ളൂ. അപ്പോൾ അത് കാരണം സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കണം, അതെവിടെ സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേന്നൊക്കെ വിളിച്ചു ചോദിക്കണം. പിന്നെ കുറച്ച് പേന മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പേന മേടിക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്രാവശ്യമെങ്കിലും മേടിക്കണം എന്നുണ്ട്. അങ്ങനത്തെ ഏതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു സർവത്ത് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നറുന്നണ്ടി ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സോഡ സർവത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് ഉണ്ടാക്കി കേട്ടോ. അമ്മയ്ക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കി, അങ്ങനെ എനിക്കും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളിത് സോഡയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഉച്ച സമയത്തൊക്കെ ഇത് കുടിക്കണം. അങ്ങനെ നേരെ ഊണ് കഴിക്കാനാട്ടോ പിന്നെ പോയത്. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ഇല്ലാത്ത തന്നെ അമ്മ കുറച്ച് ഇരുമ്പമ്പുളി പൊട്ടിച്ചൊരു പുളിങ്കറി ഉണ്ടാക്കി. പിന്നെ അച്ചാറുണ്ടായിരുന്നു, കോഴിമുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ അവിടെ ആമ്പലൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലുതായി നിൽക്കുന്നുണ്ട്. 2 സൈസ് ആമ്പലുണ്ട് കേട്ടോ. പിന്നെ നല്ല വളത്തിൻ്റെയൊക്കെ ഞാൻ തോന്നുന്നുണ്ട്, നല്ല ഇതിന് വരുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവിടെ ഓർക്കിഡ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല കളറാണ്. ചെടി തന്നെയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, നല്ല റോസ് കളറാണ്. പിന്നെ വേറൊരു പിങ്ക് കളർ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അപ്പുറത്തായിരുന്നത്. പിന്നെ അങ്ങോട്ട് പോകണ്ടേന്ന് വിചാരിച്ചെടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എത്താറായിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എത്തും. അപ്പം ഞങ്ങളൊരു ബേക്കറി നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.